ശബരിമലയിൽ നിലവിലുള്ള സ്വർണ്ണപ്പാളിയും പഴയതും രണ്ടാണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് എത്തി നിൽക്കുന്നത്. അതായത് 2019 മുമ്പുണ്ടായിരുന്ന പാളികളുടെ ചിത്രങ്ങളുമായി ഒത്തുനോക്കിയാണ് രണ്ടും വ്യത്യസ്തമെന്ന നിഗമനത്തിൽ വിദഗ്ധർ എത്തിയത്. സ്വർണ്ണപ്പാളിയുടെ കാലപ്പഴക്ക നിർണയം വിജിലൻസ് ആവശ്യപ്പെട്ടേക്കും. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, സ്വർണ്ണപ്പാളി എങ്ങനെ ചെമ്പായി എന്ന ചോദ്യം ഉയർന്നിട്ട് ദിവസങ്ങളായി. അതിന് ഉത്തരം പറയേണ്ട ദേവസ്വം ബോർഡ് ഇപ്പോഴും ഒരു മൗനവ്രതത്തിൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഒരു കൃത്യമായ നടപടികളിലേക്ക് പോലും പോകാതെ അവർ കാത്തു നിൽക്കുന്നു. പക്ഷേ കൂടുതൽ പ്രതികരണങ്ങൾ വരുമ്പോൾ രണ്ട് പാളികൾ, അതിൽ ഏതാണ് യാഥാർത്ഥ്യമെന്ന് പോലും ഇപ്പോൾ തിരിച്ചറിയാനാകാത്ത സ്ഥിതിയായിരിക്കുന്നു. എന്താണ് ഇന്ന് ഈ നിമിഷം വരെ പുറത്തു വന്ന തെളിവുകൾ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന കാഴ്ച? ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. ഇത്രയും ദിവസം മാതൃഭൂമി ന്യൂസ് പറയാൻ ശ്രമിച്ച കാര്യങ്ങൾ അത് 2019 ജൂലൈയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തുകൊണ്ട് പോയ ശേഷം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾക്ക് മറിമായം സംഭവിച്ചു എന്ന വാദം അത് ശരിവെക്കുന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസും എത്തി നിൽക്കുന്നത്. ദേവസ്വം വിജിലൻസ് ഇതിൽ നിർണായകമായൊരു നീക്കം നടത്തിയത് നിലവിൽ ഈ 2025 വീണ്ടും പുതുക്കി ശബരിമലയിൽ എത്തിച്ചിരിക്കുന്ന ആ സ്വർണ്ണപ്പാളി അത് ഇതുവരെ ചാർത്തിയിട്ടില്ല. അത് ശുദ്ധിക്രിയ അടക്കം നടത്തി അടുത്ത മാസം തുലാമാസ പൂജകൾക്ക് നട തുറക്കുമ്പോഴാണ് ചാർത്താനിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ ഇപ്പോൾ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ആ പാളി വിജിലൻസ് പരിശോധിച്ചു. അതിനൊപ്പം തന്നെ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി പാളികൾ എടുത്തുകൊണ്ട് പോകുന്നതിന് മുൻപുള്ള ചിത്രങ്ങളും മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ചിത്രങ്ങളടക്കം ഈ നിലവിലുള്ള പാളിയുമായി താരതമ്യം ചെയ്താണ് ആ ഫോട്ടോഗ്രാഫ്സും ചേർത്ത് വെച്ചുകൊണ്ടാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. അതിൽ വിജിലൻസ് എത്തിയിരിക്കുന്ന നിഗമനം ഇതും രണ്ട് പാളിയാണ് എന്നുള്ളതാണ്. അത് 2019 അതായത് വിജയ് മല്യ സ്വർണം പൂശി വെച്ചിരുന്ന പാളിയല്ല ഇപ്പോൾ ശബരിമല സന്നിധാനത്തുള്ളത് എന്നുള്ളൊരു നിഗമനത്തിലാണ് ഫോട്ടോഗ്രാഫുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ ദേവസ്വം വിജിലൻസ് എത്തി നിൽക്കുന്നത്. അത് നിർണായകമായ ഒരു വിലയിരുത്തലാണ്. അങ്ങനെയെങ്കിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ് ശബരിമല സന്നിധാനത്ത് സ്ഥാപിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഏതായാലും ഈ ചിത്രങ്ങൾ ദേവസ്വം ബോർഡിലെ വിദഗ്ധർ, അതായത് ഗോൾഡ് സ്മിത്ത് അടക്കമുള്ളവർ ആ നിഗമനത്തിലേക്കാണ് എത്തുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ആധികാരികമായ ഒരു തീർപ്പിലേക്ക് എത്തണമെങ്കിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. അത്തരം പരിശോധനകൾ വേണം എന്നുള്ളൊരു ആവശ്യം ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് അറിയിക്കും. മാത്രമല്ല നിലവിൽ ശബരിമലയിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളി അതിൻ്റെ കാലപ്പഴക്കം ഗണിക്കാനുള്ള പരിശോധന നടത്തണം എന്ന ആവശ്യം കൂടി ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകും. ഏതായാലും ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിൻ്റെ നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിൽ ഏറ്റവും നിർണായകമായത് പഴയ ഫോട്ടോഗ്രാഫ്സും നിലവിൽ ശബരിമല സന്നിധാനത്തുള്ള സ്വർണ്ണപ്പാളിയും ചേർത്ത് വെച്ചുകൊണ്ട് താരതമ്യം നടത്തിയ പരിശോധനയിലാണ്. ഈ ദ്വാരപാലക ശില്പങ്ങൾ ആദ്യം അത് കല്ലിൽ കൃഷ്ണശിലയിൽ മറ്റോ തീർത്തതാണെന്ന് ഞാൻ കരുതുന്നു. അതിന് ഒരു ചെമ്പിൽ ഒരു കവർ ഉണ്ടാക്കുമ്പോൾ പിന്നെ രണ്ടാമതൊന്നുണ്ടാക്കിയാൽ ഇപ്പോൾ ഒരേ അച്ചിൻ്റെ പ്രകാരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പോലും കൃത്യമായ വ്യത്യാസങ്ങൾ അതിലെ വിദഗ്ധർക്ക് വേഗത്തിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമൊക്കെ ഇത് ദേവസ്വം വിജിലൻസ് കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞ് എത്ര ദിവസമായി. ഇത് അങ്ങനെ ഒരു നിസ്സാര കാര്യമല്ല. ശബരിമല ഇപ്പോൾ ദേവസ്വം ബോർഡ് പറയുന്ന അനുസരിച്ച് പലപ്പോഴും ദേവസ്വം ബോർഡ് ഈ ആരോപണങ്ങളുടെ മുന്നോടിക്കാനായി പറയാറുള്ളത് ശബരിമലയാണ് മറ്റ് ക്ഷേത്രങ്ങളുടെയൊക്കെ ഒരു അന്നദാതാവായി നിൽക്കുന്നത്. മറ്റ് ക്ഷേത്രങ്ങളെയൊക്കെ പരിപാലിച്ചു കൊണ്ടുപോകാൻ ശബരിമല വരുമാനമാണ്. അപ്പം ശബരിമലയ്ക്ക് എതിരായ കാര്യങ്ങൾ അരുതേ എന്ന് പറയും. പക്ഷേ അത്രയും പ്രാധാന്യമുള്ള ക്ഷേത്രത്തിൽ ഇങ്ങനെ രണ്ട് രീതിയിൽ അല്ലെങ്കിൽ പാളികൾ ആര് മാറ്റി എന്നാണ് ശബരിമല ശ്രീകോവിലിൻ്റെ അയ്യപ്പൻ്റെ തൊട്ട് ആ പടിവാതിലിൻ്റെ ചേർന്നുള്ള ദ്വാരശില്പങ്ങളിലെ പാളികൾ ആര് മാറ്റിയെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരവും ദേവസ്വം ബോർഡിന് നൽകാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തുമാത്രം അഴിമതിയും ക്രമക്കേടും കെടുകാര്യസ്ഥിതിയുമാണ് ആ സന്നിധാനം പോലെ ഒരു പരിപാവനമായ മണ്ണിൽ നടന്നത് എന്നത് ഏതൊരു ഭക്തനെയും സംബന്ധിച്ച് വേദന ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഭക്തർക്ക് പ്രതിഷേധവും ദേഷ്യവും ആയിരിക്കില്ല, അവർക്ക് അവരുടെ ഹൃദയം നോവുന്നൊരു അവസ്ഥയാണ്. എന്നിട്ട് പോലും അതിൽ കൃത്യമായൊരു നടപടിയിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഇത് ആരാണ് കൃത്യമായി ഉത്തരം പറയേണ്ടത്? അനന്തൻ, ഈ ചെമ്പുപാളി മാറിയിട്ടുണ്ടെങ്കിൽ അത് ആര് മാറ്റി, ആരുടെ അറിവോടെ? അല്ലാതെ ഒരാൾ ചെന്ന് നേരെ ചെമ്പുപാളി എടുത്ത് ഇങ്ങനെ ഞാൻ നന്നാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് പോകാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെയുള്ള സംവിധാനമൊന്നുമില്ല. എത്ര പേരുടെ അറിവോടെയും സമ്മതത്തോടെയും ചെയ്യേണ്ടതാണിത്. അഴിമതിയും ക്രമക്കേടിനും അപ്പുറം അവിടെ വലിയൊരു കൊള്ളയടി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ നിഗമനം കൂടി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം 2019 ചെമ്പുപാളി സ്വർണം പൂശാൻ എന്ന പേരിൽ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു വെച്ചിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങളാണെന്ന് ഏതാണ്ട് വ്യക്തമാവുകയാണ്. മാത്രമല്ല ആ കവചങ്ങളിൽ ഏതാണ്ട് 2.5 കിലോയോളം സ്വർണം ഉണ്ടായിരുന്നു എന്ന് അന്ന് അത് ആ പ്രവൃത്തി ചെയ്ത ആൾക്കാർ തന്നെ പിന്നീട് പറയുകയുമുണ്ടായി. മാത്രമല്ല അതിന് സ്വർണത്തെക്കാൾ അതിൻ്റെ ഭക്തിമൂല്യം
അതിൻ്റെ ശബരിമല സന്നിധാനത്ത് 20 വർഷത്തോളം അയ്യപ്പ സ്വാമിക്ക് നൽകിയ പൂജകൾ ഏറ്റിരുന്ന ഒരു വസ്തു എന്ന നിലയ്ക്കുള്ള ഒരു പുണ്യ വില കൂടി അതിനുണ്ട്. അപ്പോൾ വിലമതിക്കാനാവാത്ത ഒരു ഉരുപ്പടിയാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് നിലവിലെ നിഗമനങ്ങൾ ശരിയാണെങ്കിൽ മോഷണം പോയിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറയാൻ ശ്രമിച്ചതും നമ്മളുടെ പക്കലുള്ള പഴയ വാർത്തകളും രേഖകളും ഒക്കെ വെച്ച് സമർത്ഥിക്കാൻ ശ്രമിച്ചതും 2019 വെറും ചെമ്പുപാളിയല്ല കൊണ്ടുപോയിരിക്കുന്നത്, വിജയമല്യ സ്വർണം പതിപ്പിച്ച അതേ പാളികൾ തന്നെയാണ് എന്നുള്ളതാണ്. ആ നിഗമനത്തിലേക്ക് വിജിലൻസ് എത്തുകയാണ്. അത് പഴയ കാലത്തെ ഫോട്ടോഗ്രാഫുകളും നിലവിൽ ശബരിമല സന്നിധാനത്ത് 2025 വീണ്ടും എടുത്തുകൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തി തിരിച്ചു കൊണ്ടുവച്ചിരിക്കുന്ന പാളികളും തമ്മിൽ നടത്തിയ താരതമ്യപ്പെടുത്തലാണ് ഇങ്ങനൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തുമ്പോൾ അത് വ്യക്തമാക്കുന്നത് അവിടെ അതിഭീകരമായൊരു കൊള്ളയടി, അയ്യപ്പസ്വാമിയുടെ സ്വത്ത് അപഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് അന്നത്തെ 2019 ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതിയും അന്നത്തെ ദേവസ്വം ഉദ്യോഗസ്ഥരുമാണ്. എന്തുകൊണ്ടാണ് ദേവസ്വം അന്ന് അനന്തൻ ഇപ്പൊ 2019 ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെ പ്രതികരണം എടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിൽ ചെമ്പുപാളിയാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. സ്വർണം പൂശിയതോ ഒക്കെ രണ്ടാമത്തെ കാര്യമെന്നാണ്. അതായത് അദ്ദേഹം പറയുന്നത് അത് ചെമ്പുപാളിയാണ്, സ്വർണം പൂശിയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. സ്വർണം പൂശിയോ ഇല്ലയോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത്രയും വിലപിടിപ്പുള്ള നിലയിൽ ഒരു ഭക്തനോ ആരോ സമർപ്പിക്കുന്ന ഒരു കാര്യം അവിടെ നിന്ന് തന്നിഷ്ടപ്രകാരം ആർക്കും എടുത്തുകൊണ്ടു പോകാൻ അവർക്ക് പൈസ വാങ്ങിയോ അല്ലാതെയോ ഒക്കെ പലയിടത്തും പോയി ഇത് പ്രദർശിപ്പിക്കാനുള്ള ഒരു അനുവാദം എങ്ങനെയാണ് ഈ സംവിധാനത്തിൽ കിട്ടിയതെന്നറിയില്ല. ഇത് എത്ര കാലമായി ഇവർ ഉപയോഗിക്കുന്നു അറിയില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോഴും മുൻ ദേവസ്വം പ്രസിഡന്റുമാരടക്കം അതിൽ കൃത്യമായി ഉത്തരം പറയാൻ തയ്യാറാകുന്നില്ല? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് അത് ചെമ്പുപാളിയാണ് എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ ഉള്ളത്. അദ്ദേഹം ആദ്യം അത് ചെമ്പുപാളിയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് കൂടുതൽ തെളിവുകൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് അയവ് വരുത്തി. ആ ചെമ്പുപാളിയിൽ സ്വർണം പൂശിയിട്ടുണ്ടോ, ഉണ്ടായിരിക്കാം എന്നുള്ള നിലപാടിലാണ്. ഏതായാലും സ്മാർട്ട് ക്രിയേഷൻസിന്റെ വാദം പരിഗണിക്കുകയാണെങ്കിൽ സ്വർണം പൂശിയ ഒരു ചെമ്പുപാളിയും അവിടെ സ്വീകരിക്കില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് നിർണായകമായ വിവരമാണ്. അത് ശബരിമല സന്നിധാനത്ത് കൊള്ളയടി നടന്നു എന്ന് തെളിയിക്കാവുന്ന ഒരു നിഗമനത്തിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തുന്നു എന്നുള്ളതാണ്. തീർച്ചയായും വളരെ വളരെ നിർണായകമായ വിവരങ്ങളാണ് ചിത്രങ്ങൾ സഹിതം മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. ഇതിന് ദേവസ്വം ബോർഡ് ഉത്തരം പറഞ്ഞേ മതിയാകൂ. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവർ അതിന് നിയമപ്രകാരം അതിന്റെ മുൻപിൽ വന്ന് നിന്നേ മതിയാകൂ. അതിനുള്ള ശ്രമങ്ങളാണ് നമ്മളും തുടരുന്നത്.